എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചക്ക ചുള വറക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വറക്കുന്നതാണ്. വറക്കലുണ്ട്, മുമ്പെല്ലാം വറക്കലുണ്ട്, പക്ഷെ നമുക്കങ്ങനെ ശരിക്കും ആകലൊന്നുമില്ല. അപ്പോൾ ഇന്ന് വറുത്ത് നോക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വിചാരിച്ചിട്ട് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉരുളി അടുപ്പത്ത് വെക്കലാണ്. ഇതുപോലത്തെ ഉരുളിയിലാണ് വറക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കത്തണം. എണ്ണ ഒഴിക്കലാണ്. ഇതിനകത്ത് എണ്ണ ഒഴിക്കലാണ്. എണ്ണ കുറച്ച് അധികം തന്നെ നിന്നോട്ട് നല്ലോണം അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ മുങ്ങി ആകുമ്പോൾ അത് നല്ലോണം മുരിഞ്ഞ് വരിക. അപ്പോൾ ഓരോരാളും ഓരോരോ മോഡലിലാണ് വറക്കുക. മഞ്ഞളും ഉപ്പെല്ലാം ഇങ്ങനെ കുടഞ്ഞിട്ട് ആക്കൂ. ഞാനിന്ന് വേറൊരു രീതിയിലാണ് ആക്കുന്നത്. ഞാനിന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് വാരിയെടുക്കുക. ഇന്ന് ഞാൻ കുറച്ച് ഇടുക. ഇതുപോലെ വാരിയെടുത്തിട്ടാണ് ആക്കുന്നത്. മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളമാണത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പ് എല്ലാവരുടെയും പിടിക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഉപ്പ് വെള്ളം കുടഞ്ഞിട്ടാക്കൂ. ആക്കാൻ നോക്കുമ്പോൾ ഉപ്പ് വെള്ളം കുടയൂ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉപ്പ് പിടിക്കാണ്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കി നോക്കട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇതായതിന് ശേഷം അപ്പോൾ ഇങ്ങനെയാണ് ഇപ്രാവശ്യം ആക്കാൻ നോക്കുന്നത്. കത്തിച്ച് നല്ലോണം എണ്ണ പതക്കണം. എണ്ണ പതക്കുമ്പോൾ ഇതാ ഇടുമ്പോൾ ഈ ഉരുളിയിലാക്കുമ്പോൾ അത് നല്ലോണം ആവുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഉരുളി എടുത്തിന്. ഇതിന് നല്ല ചൂടാണ് ഈ ഉരുളിക്ക്. അപ്പോൾ ഞാൻ ഇത് അടുപ്പത്ത് ഇടാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചക്കക്കളി ഇട്ട് വെച്ച്. അപ്പോൾ ആവുമെന്നൊന്നും പറയാനാവില്ല. അപ്പോൾ നമ്മൾ വറുത്താൽ വെച്ചിട്ട് അങ്ങനെ ആകല് കുറവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മോഡലിലെല്ലാം വറുത്ത് നോക്കലാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഒന്ന് ചക്ക വറുത്തിട്ട് കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഇത് വറുത്ത് നോക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ അന്ത്യോളം ഇളക്കിക്കൊണ്ടിരിക്കരുതെന്ന് അങ്ങനെ എൻ്റെ ബന്ധുവോട് ഞാനെല്ലാം വിളിച്ച് ചോദിച്ചാൽ അവരെല്ലാം എപ്പോൾ ഇങ്ങനെ വറുക്കുന്നതാണ്. അപ്പോൾ അവർ നമുക്ക് എപ്പോഴും പറഞ്ഞു തരും, എന്നാലും നമുക്ക് ഒരിക്കലും ആവില്ല. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാറ്. പിന്നെ
കുറച്ച് സമയം ഇങ്ങനെ ആയതിന് ശേഷം ഇടക്കിടക്ക് മാത്രം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കട്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ ഞാനൊന്നിത് മറിച്ച് ഇടുന്നുണ്ട്. ഇന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ ആക്കി ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ആയതിന് ശേഷം പിന്നെ ഒന്ന് മറിച്ചാക്കും. ഇങ്ങനെ മറിച്ചിട്ട് കുറച്ച് സമയം ഇതിനകത്തുനിന്ന് വേവണം. അപ്പം ഇനി കുറച്ച് സമയം വേവിട്ട് അപ്പോൾ ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കോരിയിടലാണ്. അല്ല കുലുങ്ങുന്നെല്ലാം കേൾക്കുന്നുണ്ട്. ആയിന്ന് തന്നെയാണ് തോന്നുന്നത്. ഇങ്ങനെ കോരുന്നെല്ലാം നല്ല ഒച്ചയെല്ലാം വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ ബാക്കി നിന്ന് പോയാൽ അത് കരിഞ്ഞു പോകും. തേച്ച് കൊടുക്കാൻ ഞാൻ നല്ല കുറച്ച് കറുപ്പ് വന്നിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഇട്ട് നോക്കട്ട്. കുറച്ചും കൂടി ഇടലാണ്. ഇത് കാണിച്ചപ്പോഴേ അല്ലേ? ഇപ്പോൾ ചിപ്സ് ആയിട്ടുണ്ട്. കുറച്ച് അടുപ്പത്തിന് വേവുന്നുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഉപ്പുവെള്ളം കുടഞ്ഞിട്ട് ആക്കൂ. അപ്പം ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ നോക്കി നോക്കിയതാണ്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വാരിയിട്ട് പിഴിഞ്ഞെടുത്ത് അതിന് ശേഷം ഉരുളിയിൽ ഇടൽ. അപ്പോൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഇളക്കാതെ കണ്ട് കുറേ സമയം അങ്ങനെ തന്നെ വെന്ത് കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് മറിച്ചിടുക. അങ്ങനെ 2-3 വട്ടം മറിച്ചിടുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ഒരമ്പ് കാണുന്നുണ്ട്. ആ സമയത്താണ് കോരിയത്. അപ്പോൾ ഇത് ചിപ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചക്ക വറുക്കൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.